like a Hellcat. Hello everyone, welcome to my channel English with LCS. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ടാണ്. അതായത് നമ്മൾ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്, എസ്പെഷ്യലി ദ ഇന്ത്യൻസ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്, വെൻ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഐ തിങ്ക് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് whenever we are speaking about singular and plural words or singular or plural nouns, so let me tell you what is singular and plural. Singular means when we wanted to speak about only one person, ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ ഒന്ന് മാത്രമുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ സിംഗുലർ എന്നും, ഒന്നിൽ കൂടുതൽ ആളുകളോ അല്ലെങ്കിൽ സ്ഥലമോ അല്ലെങ്കിൽ സാധനമോ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് we will say plural. അപ്പോൾ whenever we are speaking about singular and plural words, we used to make many mistakes. അതിലൊന്നാണ് നമ്മൾ ചില സമയങ്ങളിൽ സിംഗുലർ വേർഡ്സിൻ്റെ പ്ലൂറൽ ആക്കുമ്പോൾ we will either add s with the main word. ചില സമയങ്ങളിൽ നമ്മൾ ഒരു വേർഡിൻ്റെ, അതായത് ഒരു സിംഗുലർ വേർഡിൻ്റെ പ്ലൂറൽ ആക്കുമ്പോൾ നമ്മൾ ഈ വാക്കുകളുടെ കൂടെ എസ് ആഡ് ചെയ്യും. അല്ല എന്നാണെങ്കിൽ വി വിൽ മേക്ക് അനദർ വേർഡ്, അതായത് ഒരു വേർഡിൻ്റെ വി വിൽ മേക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ്, മറ്റൊരു വേർഡായിരിക്കും നമുക്ക് പ്ലൂറലായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ വാട്ട് വി ഹാവ് ടു ഡു ആൻഡ് വാട്ട് വി ഹാവ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ് വൈൽ മേക്കിംഗ് എ വേർഡ് ഇൻ ടു ഫ്രം സിംഗുലർ ടു പ്ലൂറൽ എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട്. സോ ഐ വിൽ ഗിവ് യു സർട്ടൻ എക്സാമ്പിൾസ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഫോർ എക്സാമ്പിൾ, വെൻ വി സ്പീക്ക് ഓഫ് ചൈൽഡ്, ഇഫ് യു വാണ്ടഡ് ടു സ്പീക്ക് ഓഫ് വൺ ചൈൽഡ്, ഒരു കുട്ടിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ വി ഹാവ് ടു സേ like I had seen a child in the ground. And when we wanted to speak about more than one child, ഒന്നിൽ കൂടുതൽ കുട്ടികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ we have to say like I have seen many children in the park. So like I have seen many children in the park. So children എന്ന് പറയുന്നത് തന്നെ ആ ഒരു ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ പ്ലൂറലാണ്. Then you don't have to add s with children. പക്ഷെ നമുക്ക് എസ് ആഡ് ചെയ്യാം വിത്ത് അപ്പോസ്ട്രോഫി. വെൻ വി വാണ്ടഡ് ടു സേ, നമുക്ക് പറയണം ഇത് ആ കുട്ടിയുടേതാണ്, ദിസ് ഈസ് ദാറ്റ് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ബുക്കാണ് എന്നത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചിൽഡ്രൻ അപ്പോസ്ട്രോഫി എസ്, ചിൽഡ്രൻസ് ബുക്ക്, ലൈക്ക് ദാറ്റ് വി ഹാവ് ടു സേ. ഇനി ഒരു കുട്ടി മാത്രമാണെങ്കിൽ വി ഹാവ് ടു സേ ചൈൽഡ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ വി ഹാവ് ടു സേ ചിൽഡ്രൻ, നോട്ട് ചിൽഡ്രൻസ്. Then the other word is like a person. That means when we wanted to speak of one person, we have to say person. And when we wanted to speak about more than one person, we have to say people. കുറേ ആളുകൾ ഐ ഹാഡ് സീൻ, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറേ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ദേ വിൽ യൂസ് ടു സ്പീക്ക് ലൈക്ക് പീപ്പിൾസ്. സോ വി ഡോണ്ട് ഹാവ് ടു സേ പീപ്പിൾസ്, വി ഹാവ് ടു സേ പീപ്പിൾ. So when we wanted to say about one person, we have to say a person. I am talking to a person. Or when we are talking about more than one person, then we have to say people. There are many people in the ground. Then the next one is fish. So when you wanted to say about, or when you wanted to talk about only one fish in an aquarium, so we have to say I had seen a fish in the aquarium. Or when you wanted to say about more than one fish, then you have to of course add, you don't have to add s to that of the fish, but you have to speak like fish. That means I had seen many fish in the aquarium. So there you don't have to add s with fish. So the plural of fish is fish itself. Then the other term is that of sheep, sheep, sheep. And the plural of this word, that is sheep, is sheep itself. We don't have to add s with sheep. So I had seen many sheep in the field.
So like that you have to pronounce it, or you have to say it. Then when we wanted to talk about knife, that means I had a knife in my kitchen, or you just take that knife from the shelf and all. So when you wanted to talk about, or when you wanted to speak about only one knife, then you have to say as knife. And when you wanted to say more, that means you wanted to say about more than a knife, then we can say knives. The spelling will be changing. That means knife changes into knives when we make its plural form. Then we can say that there are many knives in the shelf. Then we talk about deer. I had seen a deer in a forest, or we can say that I had seen many deer in the forest. So deer is the singular, deer is the plural itself, so we don't have to add s with deer. Then the next word is that of goose. The plural form of goose is geese. Okay, goose, geese, not gooses. Then the next word is that of feet and foot. When we are speaking about one, then we have to definitely say foot. When we are talking about more than, that is feet. The next one is that of tooth. Tooth, teeth. The plural form of tooth is teeth. So the other term is mouse. So the plural form of mouse is mice. You don't have to add s with the mouse, but you have to say, when you wanted to talk about more than one mouse, you have to say like mice. I had seen more mice in the kitchen. Not mouses, it is mice. Then the next term is that of wife. So when you wanted to talk about only one person, we will say like that is his wife. And when we wanted to talk about more than one person, like this is actually a meeting of housewives. Okay, there we had used wives instead of wives. So the spelling itself is changing. There the spelling comes as W-I-V-E-S. So the word itself is changing. So wife, wives. The singular is wife when we wanted to talk about one person. Then when we wanted to talk about more than one person, it changes into wives. The next one is leaf. Okay, ila, leaf, leaf of a tree. So we have say leaf, and the plural form of leaf is leaves. That is, when we wanted to talk about more than one leaf, we have to say as leaves rather than leaf. So these are some plural forms which people use to make mistakes while they are conversing with each other. Of course, I will come with more words like this in my coming videos. And if you like my video, do like, comment and subscribe. Thank you.